ചെസ് നമ്പർ 408. നമസ്കാരം. പ്രിയ കൂട്ടുകാരെ, കഥ കേൾക്കാൻ ഇഷ്ടമില്ലാതെ ആരാ ഉണ്ടാകുക? ആരും ഉണ്ടാവില്ല. എന്നാൽ ഞാനൊരു കഥ പറയാം. മനസ്സിന് നൊമ്പരപ്പെടുത്തുന്ന, അതേസമയം ചിന്തിപ്പിക്കുന്ന ഒരു കൊച്ചു കഥ. കഥയുടെ പേര് ഒറ്റപ്പെടുന്നവർ. കാർ ആ വലിയ കെട്ടിടത്തിന് മുമ്പിൽ നിർത്തി. ചെറുപ്പക്കാരൻ കാറിൽ നിന്നിറങ്ങി മുന്നോട്ട് നടന്നു. കൂടെ വൃദ്ധനുണ്ടായിരുന്നു. അയാൾക്കവിടെ നല്ലോണം ഇഷ്ടമായി. വലിയ മുറ്റവും പൂന്തോട്ടവും താമരക്കുളവും ഒക്കെയുള്ള വലിയ കെട്ടിടം. വൃദ്ധനെന്ന് പറയണ്ട, മുത്തശ്ശനെന്ന് പറയാം. അതാണ് ഉചിതം. മുത്തശ്ശൻ അവിടെ എല്ലാ അതിശയത്തോടെ നോക്കി. എന്തിനായിരിക്കും തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുക? മുത്തശ്ശൻ മനസ്സിലോർത്തു. തന്റെ മോളെ കുറിച്ചോർത്ത് അഭിമാനം കണ്ടു. എത്ര മിടുക്കൻ! റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിലെത്തി. റിസപ്ഷനിസ്റ്റ് ചോദിച്ചു, എന്താ പേര്? എത്രയാ വയസ്സ്? ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇതാണ് എൻ്റെ അച്ഛൻ രാമൻകുട്ടി. വയസ്സ് 75. വീട്ടിൽ അച്ഛനെ നോക്കാൻ ആരുമില്ല. ഞാനും കുടുംബവും ദൂരെ ദൂരെ ടൗണിലാണ് താമസിക്കുന്നത്. അവിടെയൊന്നും അച്ഛൻ ശരിയാക്കില്ല. പോരാഞ്ഞിട്ട് ബിപിയും ഷുഗറും ഒക്കെ ഉണ്ട്. എവിടെയാകുമ്പോ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒത്തിരി ആളുണ്ടല്ലോ. എല്ലാം ശരിയാണെന്ന് ഭാവത്തിൽ തലയാട്ടിക്കൊണ്ട് റിസപ്ഷനിസ്റ്റ് ചോദിച്ചു, ഏത് റൂമാ വേണ്ടേ? AC-യോ നോൺ AC-യോ? ഭക്ഷണം എന്താ വേണ്ടേ? വെജോ നോൺ വെജോ? ഒരു കുറവും എൻ്റെ അച്ഛന് വരുത്തിക്കൂടാ. ടിവിയും AC-യും ഒക്കെയുള്ള വലിയ റൂം തന്നെ എടുത്തോളൂ. ഭക്ഷണം അച്ഛൻ ചോദിക്കുന്നതെന്നും കൊടുത്തേക്കണം. പൈസ കൃത്യസമയത്തിന് ഞാൻ അയച്ചു തരാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൻ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. അച്ഛൻ്റെ സാധനങ്ങൾ എടുക്കട്ടെ. പാവം മുത്തശ്ശൻ അപ്പോഴും പുറത്തുള്ള കാഴ്ചകൾ കാണുകയായിരുന്നു. അപ്പോൾ അതുവഴി ഒരു ഫാദർ കടന്നു വന്നു. ആ കെട്ടിടത്തിന്റെ ഓണർ അദ്ദേഹം മുത്തശ്ശനെ ചേർത്ത് പിടിച്ചോണ്ട് എന്തെല്ലാമോ പറയുന്നുണ്ടായിരുന്നു. അതെല്ലാം ചെറുപ്പക്കാരൻ കണ്ടുകൊണ്ടിരുന്നു. ചെറുപ്പക്കാരൻ അച്ഛൻ്റെ സാധനങ്ങളുമായി തിരിച്ചെത്തി. ഫാദറിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ അച്ഛനെ അറിയാം? അതോ 35 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അനാഥ ബാലനെ ദത്തെടുത്തിരുന്നു എൻ്റെ അച്ഛൻ. അത് നിന്നോട് പറയരുതെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതെൻ്റെ മനസ്സ് അതിനോട് സമ്മതിക്കുന്നില്ല. നീ വിഷമിക്കേണ്ട, സന്തോഷത്തോടെ പൊയ്ക്കോളൂ. നിന്റെ അച്ഛനെ ഞങ്ങൾ നല്ലോണം നോക്കാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഫാദർ കടന്നു നീങ്ങി. ചെറുപ്പക്കാർ ലജ്ജിച്ച് തട്ടി പൊട്ടിക്കാൻ, അച്ഛാ എന്നോട് ക്ഷമിക്ക്. പ്രിയ കൂട്ടുകാരെ, കഥ ഇഷ്ടമായില്ലേ? എന്തിനായിരിക്കും അയാൾ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയത്? അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. നമ്മെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ നാം വൃദ്ധസദനങ്ങൾ കൊണ്ടാക്കും. തെരുവുകളിൽ